Hi all. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തെർമോഡൈനാമിക്സ് ആണ്. സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് 45 ക്വസ്റ്റ്യൻസിൽ 2 to 3 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഇവിടെ ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് the amount of heat given is used for change in internal energy as well as work done. അത് നമ്മൾ ഉപയോഗിക്കുന്ന amount of heat, it is used for the rise or fall in internal energy as well as for the work done. ശരിയല്ലേ? Work can be done by the gas, work can be done on it. ഇപ്പോൾ രണ്ട് പോസിബിലിറ്റി ഉണ്ട് രണ്ട് കേസിലും. ഓക്കെ അല്ലേ? സോ യു ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ആസ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ശരിയല്ലേ? ഇവിടെ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി. സോ അനദർ ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് വൺ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആൻഡ് അതുപോലെ സെക്കൻഡ് വൺ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. നൗ വാട്ട് ഈസ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? അതായത് ഇഫ് സിസ്റ്റം എ ഈസ് ഈക്വൽ ടു സിസ്റ്റം സി, അതുപോലെ ഇഫ് സിസ്റ്റം ബി ഈസ് ഓൾസോ ഈക്വൽ ടു സിസ്റ്റം സി, ദെൻ വാട്ട് ക്യാൻ യു സേ? വി ക്യാൻ സേ ദാറ്റ് സിസ്റ്റം എ ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് സിസ്റ്റം ബി. ശരിയല്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു ടേം എന്ന് പറയുന്നത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. അതായത് ഇവിടെ വളരെ സ്ലോ ആയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് പറയും ഇൻഫിനിറ്റ്സ്മലി സ്മോൾ ആയിട്ടാണ് ഇവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് സംശയം വരും. അതുപോലെ ഇൻഫിനിറ്റ്ലി സ്മോൾ, അത് അത്രയും ചെറിയ മൈന്യൂട്ടായിട്ട് നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. നമ്മൾ നോക്കുമ്പം ഇറ്റ് വിൽ ബി ഒബ്സർവ്ഡ് ആസ് ദോ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് പ്രോസസ്സ്. നമ്മൾ നോക്കുമ്പോൾ അവിടെ വിസിബിൾ ആയിട്ടൊരു ചേഞ്ചോ ഒന്നും ഉണ്ടാവില്ല, ഒരു മാറ്റം ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ചേഞ്ചിങ് ഇൻ ആൻ ഇൻഫിനിറ്റ്ലി സ്മോൾ റേറ്റ്. അപ്പോൾ അതുപോലെയുള്ളൊരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ മെയിനായിട്ട് 4 പ്രോസസ്സിലേക്ക് വരികയാണ്. അതിലെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോ തെർമൽ പ്രോസസ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഐസോ തെർമൽ പ്രോസസ്സ്. എന്താണ് ഐസോ തെർമൽ പ്രോസസ്സ്? ഐസോ തെർമൽ ആ പേരിൽ തന്നെയുണ്ട്. ശരിയല്ലേ? ദർ ഇസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരണം, ടെമ്പറേച്ചറിൽ ചേഞ്ച് ഇല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജിയിൽ ചേഞ്ച് ഇല്ല. സോ യു ക്യാൻ സേ ദാറ്റ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 0. ശരിയല്ലേ? അതാണ് ഫസ്റ്റ് പോയിന്റ്. ടെമ്പറേച്ചറിൽ ചേഞ്ച് ഇല്ല, അതുകൊണ്ട് ഇൻറ്റേർണൽ എനർജിയിൽ ചേഞ്ച് ഇല്ല. അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഇൻറ്റേർണൽ എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ്. കാരണം ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 0. ഇനിഷ്യലി എന്തായിരുന്നു ഇൻറ്റേർണൽ എനർജി? നൗ ഓൾസോ ദ ഇൻറ്റേർണൽ എനർജി റിമെയിൻസ് ദ സെയിം. അതുകൊണ്ട് നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇവിടെ ഡെൽറ്റ യു 0 ആണ്. സോ യു ക്യാൻ സേ ദാറ്റ് ക്യൂ ഈക്വൽ ടു ഡബ്ല്യു. നമ്മൾ ഉപയോഗിക്കുന്ന ഹീറ്റ് മൊത്തമായി വർക്കിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സോ ക്യൂ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ആൻഡ് വി ഓൾറെഡി നോ ദാറ്റ് വർക്ക് ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി. സിമ്പിൾ. ഓക്കെ, സോ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ആൻഡ് വർക്ക് ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി. സോ ക്യൂ ഈസ് ഈക്വൽ ഡബ്ല്യു ആൻഡ് വർക്ക് ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി. ശരിയല്ലേ? അത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ ഫ്രം V2 to P1. സോ ഇൻ്റഗ്രൽ ഓഫ് ലിമിറ്റ് V1 to V2 ഇൻ്റഗ്രൽ പി ഡി വി ഈസ് ദ വർക്ക് ഡൺ. അപ്പോൾ അതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യും, യു വിൽ ബി ഗെറ്റിംഗ് ഈ പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. ആ എൻ ആണ് ഇവിടെ മ്യൂ. സോ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് മോൾസ്. മ്യൂ ആർ ടി ഇൻറ്റു എൽ എൻ. ഓക്കെ, വാട്ട് ഈസ് എൽ എൻ? 2.303 log ആണ് എൽ എൻ. ഓക്കെ, സോ എൽ എൻ V2 by V1 ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 2.303 മ്യൂ ആർ ടി ലോഗ് V2 by V1. ഓക്കെ അല്ലേ? ഈ പി വി ഈസ് എ കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് തന്നെ ഇഫ് പി വി ഈസ് എ കോൺസ്റ്റൻറ്റ്, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, അല്ലെങ്കിൽ പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടും. ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതുകൊണ്ട് ഈ V2 by V1 പകരം എനിക്ക് വേണമെങ്കിൽ എന്തും എഴുതാം? P1 by P2. സോ ഐ എം ഗെറ്റിംഗ് 3 equations. First one is work is equal to mu RT ln V2 by V1. അല്ലെങ്കിൽ it can be written as 2.303 mu RT log V2 by V1. അല്ലെങ്കിൽ it can be written as 2.303 mu RT log P1 by P2. അത് ഈ 3 ഇക്വേഷൻസും ആരുടെ ഇക്വേഷൻ ആണ്? വർക്ക് ഡൺ ഇൻ എൻ ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, കറക്റ്റ്. നൗ V2 ഗ്രേറ്റർ ദാൻ V1 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഫൈനൽ വോളിയം ഈസ് ഗ്രേറ്റർ ദാൻ ദി ഇനിഷ്യൽ വോളിയം. അതായത് വർക്ക് ഡൺ ഈസ് പോസിറ്റീവ് ബിക്കോസ് യു നോ ദാറ്റ് വർക്ക് ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി, വെർ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു V2 മൈനസ് V1. സോ ഇഫ് ദ ഫൈനൽ വോളിയം ഈസ് ഗ്രേറ്റർ ദാൻ ദി ഇനിഷ്യൽ വോളിയം ദെൻ വർക്ക് ഡൺ വിൽ ബി പോസിറ്റീവ്. വർക്ക് ഡൺ പോസിറ്റീവ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എക്സ്പാൻഷൻ ഈസ് ഡൺ ബൈ ദ ഗ്യാസ്. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇഫ് വർക്ക് ഈസ് പോസിറ്റീവ് ഇറ്റ് ഈസ് എക്സ്പാൻഷൻ, ഇഫ് വർക്ക് ഈസ് നെഗറ്റീവ് ഇറ്റ് ഈസ് കംപ്രഷൻ ഓൺ ദ ഗ്യാസ്.
കറക്റ്റ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വർക്ക് ഈസ് ഡൺ ഓൺ ദ ഗ്യാസ്, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ്. ഓക്കെ, സോ ഓൺ കംപ്രഷൻ ഇറ്റ് ഈസ് വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ്. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്. ബൈ ദ ഗ്യാസ് പോസിറ്റീവാണ്, ഓൺ ദ ഗ്യാസ് നെഗറ്റീവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അത് ഇപ്പുറത്തുണ്ട് V2 ലെസ് ദാൻ V1, ദാറ്റ് ഈസ് ദ ഫൈനൽ വോളിയം ഈസ് ലെസ്സർ ദാൻ ദ ഇനിഷ്യൽ വോളിയം. ഇൻ ദാറ്റ് കേസ് വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ്, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് കംപ്രഷൻ ഓൺ ദ ഗ്യാസ്. ഓക്കെ, ഈ എക്സ്പാൻഡ് ചെയ്യുന്ന എപ്പോഴാണ്? ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോഴാണ് ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ കംപ്രഷൻ എപ്പോഴായിരിക്കും? ഹീറ്റ് റിലീസ് ചെയ്യുമ്പോഴാണ് കംപ്രസ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ ഫസ്റ്റ് ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് എന്ത് വരണം? ഹിയർ ഇറ്റ് ഈസ് ഐസോതെർമൽ. ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റന്റ്. വെൻ ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റന്റ്, ഇന്റേണൽ എനർജി വിൽ റിമെയിൻ എ കോൺസ്റ്റന്റ്. ആൻഡ് ആസ് പെർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് യു നോ ദാറ്റ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇവിടെ ഈ ഡെൽറ്റ യു എന്താണ്? 0 ആണ്. സോ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു, അല്ലെങ്കിൽ ക്യൂ ഈക്വൽ ടു ഡബ്ല്യു, വെർ ഡബ്ല്യു ഈസ് പി ഡെൽറ്റ വി. ശരിയല്ലേ? സോ വർക്ക് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു V2 മൈനസ് V1. അത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ പി ഡി വി. അതിനെനിക്ക് എങ്ങനെ എഴുതാം? മ്യൂ ആർ ടി ln V2 ബൈ V1, അല്ലെങ്കിൽ 2.303 മ്യൂ ആർ ടി ലോഗ് V2 ബൈ V1, അല്ലെങ്കിൽ 2.303 മ്യൂ ആർ ടി ലോഗ് P1 ബൈ P2. ഇവിടെ when final volume V2 is greater than initial volume V1, it is work done is positive, which means that it is expansion by the gas, അല്ലെങ്കിൽ heat is absorbed by the gas. ശരിയല്ലേ? ഒരു ഗ്യാസ് ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോഴാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇനി അഥവാ ഈ ഫൈനൽ വോളിയം V2 ഈസ് ലെസ്സർ ദാൻ ദി ഇനിഷ്യൽ വോളിയം, വിച്ച് മീൻസ് ദാറ്റ് വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്, അതായത് വർക്ക് ഈസ് ഡൺ ഓൺ ദ ഗ്യാസ്. അവിടെ എന്താണ് സംഭവിച്ചത്? ഇറ്റ് ഈസ് കംപ്രഷൻ. കംപ്രഷൻ സംഭവിക്കുന്ന എപ്പോഴാണ്? ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് വരണം. ഓക്കെ, ഇനി നമുക്ക് നോക്കുക. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ് നിങ്ങളോട് പറഞ്ഞു. ഈ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ പി വി ഒരു കോൺസ്റ്റൻ്റ് അല്ലേ? അതെ, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ പി വി ഒരു കോൺസ്റ്റൻ്റ് ആണ്. കാരണം നമുക്കറിയാം പി വി ഈസ് ഈക്വൽ ടു NRT. ശരിയല്ലേ? ഇവിടെ ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റൻ്റ് ആണ്, കാരണം ഇറ്റ് ഈസ് എൻ ഐസോതെർമൽ പ്രോസസ്. ആർ ഈസ് ഡെഫിനറ്റ്ലി എ കോൺസ്റ്റൻറ്റ്, കാരണം അതെന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് ആർ. ശരിയല്ലേ? അപ്പോൾ ആർ ഈസ് എ കോൺസ്റ്റൻറ്റ്, ടി ഈസ് എ കോൺസ്റ്റൻറ്റ്, നമ്പർ ഓഫ് മോൾസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. സി RHS പോസിറ്റീവ് ആണ്, സോ ഡെഫിനറ്റ്ലി LHS ഷുഡ് ബി RHS ഈസ് എ കോൺസ്റ്റൻറ്റ്, സോ ഡെഫിനറ്റ്ലി LHS ഓൾസോ ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ പി വി എന്താണ്? പി വി ഈസ് എ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ അർത്ഥം പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടും. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. കാരണം ഒരു ഗ്യാസിൽ നമ്മൾ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ദ ഗ്യാസ് വിൽ ബി കംപ്രസ്ഡ്. ശരിയല്ലേ? വർക്ക് ഈസ് ഡൺ ഓൺ ദ ഗ്യാസ് ആൻഡ് ദാറ്റ് ഈസ് കംപ്രഷൻ. നൗ വെൻ വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ് ഇറ്റ് ഈസ് എക്സ്പാൻഷൻ. ശരിയല്ലേ? അപ്പോൾ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടും, വിച്ച് മീൻസ് ദാറ്റ് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ശരിയല്ലേ? സോ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ് പി വി ഈസ് എ കോൺസ്റ്റൻറ്റ്. അതിനെനിക്ക് എങ്ങനെ എഴുതാം? പി ഡി വി പ്ലസ് വി ഡി പി, അതായത് പി ഡെറിവേറ്റീവ് ഡിഫറൻഷ്യൽ ഓഫ് വോളിയം പ്ലസ് വി ഡിഫറൻഷ്യൽ ഓഫ് പ്രഷർ ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ പി ഡി വി ഈസ് ഈക്വൽ ടു മൈനസ് വി ഡി പി, ഓർ പ്രഷർ ഈസ് ഈക്വൽ ടു വോളിയം മൈനസ് വോളിയം ഇൻറ്റു ഡി പി ബൈ ഡി വി. അപ്പോൾ ഇത്ര ഇക്വേഷൻസ് മാത്രമേ എന്തിലുള്ളൂ? ഐസോതെർമൽ പ്രോസസ്സിലുള്ളൂ. എളുപ്പമാണ്, എല്ലാം വളരെ റിലേറ്റഡ് ആണ്. ഐസോതെർമൽ, ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റൻറ്റ്. വെൻ ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റൻറ്റ്, ഇന്റേണൽ എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ ദ എൻറ്റയർ ഹീറ്റ് എനർജി ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ വർക്ക് ഡൺ, വിച്ച് ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി, അല്ലെങ്കിൽ പി ഇൻറ്റു V2 മൈനസ് V1. സോ പി ഇൻറ്റു ഇൻ്റഗ്രൽ ചെയ്യുക ഫ്രം V1 ടു ലിമിറ്റ് V1 ടു V2. അതെന്തൊക്കെയാണ് ഇക്വേഷൻസ് വരുന്നത്? മ്യൂ ആർ ടി ln V2 ബൈ V1, അല്ലെങ്കിൽ 2.303 NRT ലോഗ് V2 ബൈ V1, അല്ലെങ്കിൽ 2.303 മ്യൂ ആർ ടി ലോഗ് P1 ബൈ P2. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്ര ഇക്വേഷൻസ് ആണ് നമുക്കുള്ളത്. പിന്നെ നമ്മൾ എന്ത് കണ്ടു? എക്സ്പാൻഷൻ ബൈ ദ ഗ്യാസ്, കംപ്രഷൻ ഓൺ ദ ഗ്യാസ്. ഇനിഷ്യൽ കേസിൽ, ആദ്യത്തെ കേസിൽ വർക്ക് ഡൺ വാസ് പോസിറ്റീവ്, രണ്ടാമത്തെ കേസിൽ വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഐസോതെർമൽ പ്രോസസ്സ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് എന്ത് കാണാം? അഡയബാറ്റിക് പ്രോസസ്സ് കാണാം. ഓക്കെ, എന്താണ് അഡയബാറ്റിക് പ്രോസസ്സ്? ഈ അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ഈസ് 0. അവിടെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 0, വിച്ച് മീൻസ് ദാറ്റ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്താണ്?
വിച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഡബ്ല്യു. അതായത് ഡെൽറ്റ ക്യൂ 0 ആണ്, അത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നില്ല. സോ റൈറ്റ് ഹാൻഡ് സൈഡ് യു പ്ലസ് ഡബ്ല്യു ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇൻറ്റേർണൽ എനർജി പ്ലസ് വർക്ക് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. യു പ്ലസ് ഡബ്ല്യു ഇസ് എ കോൺസ്റ്റൻറ്റ്. നമുക്ക് നോക്കാം. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി ആൻഡ് ഹെൻസ് ദ ടെമ്പറേച്ചർ. ഓക്കെ അല്ലേ? നെഗറ്റീവ് സൈൻ മാത്രം മാറുന്നേ ഉള്ളൂ. ഓക്കെ, കാരണം ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 0, സോ യു ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഓർ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് യു. ഓക്കെ, സി ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇവിടെ ഈ ടേം 0 ആവും. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? അങ്ങനെയെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു. ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഏതർ റൈസ് ഓഫ് ടെമ്പറേച്ചർ ഓർ ഇറ്റ് ക്യാൻ ബി ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. ശരിയല്ലേ? അപ്പോൾ ഇവിടെ യു പ്ലസ് ഡബ്ല്യു ഇസ് എ കോൺസ്റ്റൻറ്റ്. നമ്മൾ ഐസോ തെർമൽ പ്രോസസ്സിൽ പി വി ഇസ് എ കോൺസ്റ്റൻറ്റ് എന്നാണ് കണ്ടത്. പക്ഷേ ഇവിടെ എന്താണ്? പി വി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റൻറ്റ്. എന്താണ് ഗാമ? കാരണം നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട്, അത് കൈനറ്റിക് തിയറി എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷേ ഇവിടെ ജസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമ്മൾ എന്താണ് ഇരിക്കുക? ഗാമ ഈസ് ഈക്വൽ ടു സി പി ബൈ സി വി, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ to specific heat at constant volume. So gamma is the ratio of specific heat at constant pressure to the specific heat at constant volume. അപ്പോൾ എനിക്ക് എന്താ എഴുതാം? ഗാമ ഈസ് ഈക്വൽ ടു സി പി ഡിവൈഡഡ് ബൈ സി വി. ശരിയല്ലേ? സോ ഗാമ ഈസ് ഈക്വൽ ടു സി പി ബൈ സി വി. അപ്പം 3 ടേംസാണ്. നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിൽ പി വി ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ നമ്മൾ എന്തെഴുതും? പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഗാമ എന്നുള്ള ടേമാണ് അഡയബാറ്റിക് പ്രോസസ്സിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ശരിയല്ലേ? സോ പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. നെക്സ്റ്റ് ടേം ടി റേസ് ടു ഗാമ പി റേസ് ടു 1 മൈനസ് ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അടുത്തത് ടി റേസ് ടു ഗാമ ഡിവൈഡഡ് ബൈ ആ സെയിം സാധനം തന്നെ പി റേസ് ടു 1 മൈനസ് ഗാമ ഡിനോമിനേറ്ററിലേക്ക് പോകുമ്പോൾ എന്താവും? പി റേസ് ടു ഗാമ മൈനസ് 1. ഇനി ലാസ്റ്റ് വൺ ടി വി റേസ് ടു ഗാമ മൈനസ് 1. അതെങ്ങനെ വന്ന് ടി വി റേസ് ടു ഗാമ മൈനസ് 1? കാരണം നിങ്ങൾക്കറിയാം പി വി റേസ് ടു ഗാമ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ശരിയല്ലേ? അപ്പോൾ അതുപോലെ പ്രഷറിന് എന്താ പറ്റുന്നത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ കണ്ടു. ടി റേസ് ടു ഗാമ പി റേസ് ടു 1 മൈനസ് ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇവിടെ ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഏതൊക്കെയാണ് നിങ്ങൾ എന്തായാലും മെമ്മറൈസ് ചെയ്യണം. അത് മനപ്പാടാക്കിയേ പറ്റൂ. ഓക്കെ അല്ലേ? പക്ഷേ സിമ്പിളാണ്. പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. ടി വി റേസ് ടു 1 മൈനസ് ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇനി അടുത്തത് പി റേസ് ടു 1 മൈനസ് ഗാമ ടി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇത് ഡെൻസിറ്റിക്ക് എന്താണ് പറ്റുന്നതെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഓർത്താൽ കിട്ടും. കാരണം വോളിയത്തിന് എന്താണോ പറ്റുന്നത് അതിൻ്റെ നെഗറ്റീവ് സൈൻ. ബട്ട് വോളിയം റേസ് ടു ഗാമ ആയിരുന്നു, പക്ഷേ ഇവിടെ എന്താണ്? മൈനസ് ഗാമ. ഓക്കെ, ഇനി ടെമ്പറേച്ചറിൻ്റെ കൂടെ വോളിയത്തിന് എന്താണ് പറ്റിയെന്ന് നോക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡെൻസിറ്റിക്ക് പറ്റുക. ടി വി റേസ് ടു ഗാമ മൈനസ് 1. അപ്പോൾ ഡെൻസിറ്റി വരുമ്പോഴോ ടി ഡി റേസ് ടു 1 മൈനസ് ഗാമ. അപ്പോൾ ഇതൊക്കെ റിലേറ്റഡ് ആണ്. ശരിയല്ലേ? പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താ എഴുതാം? പി ഡി റേസ് ടു മൈനസ് ഗാമ. ഓക്കെ, ദേ ബോത്ത് ആർ റിലേറ്റഡ്. പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. പി ഡി റേസ് ടു മൈനസ് ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. നൗ സെക്കൻഡ് വൺ ഈസ് ടി വി റേസ് ടു ഗാമ മൈനസ് 1. കളർ ചേഞ്ച് ചെയ്യാം. ടി വി റേസ് ടു ഗാമ മൈനസ് 1. അപ്പോൾ ഇവിടെ ഡെൻസിറ്റി വരുമ്പോൾ നേരെ മാറി ടി ഡി റേസ് ടു 1 മൈനസ് ഗാമ. ഇനി ലാസ്റ്റ് നിങ്ങൾ എന്ത് മാത്രം ഓർത്തിരിക്കുക? പി റേസ് ടു 1 മൈനസ് ഗാമ ടി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇക്വേഷനിൽ ഓൾറെഡി കണ്ട സാധനം എന്താണ്? ഡി യു പ്ലസ് ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0. കാരണം ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 0 അല്ലേ? നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. സോ സിൻസ് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0, അത് വളരെ സ്മോൾ ചേഞ്ച് ആകുമ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് എസ് ഡി യു പ്ലസ് ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0. അതിൻ്റെ റീസൺ ഡി ക്യൂ ഈസ് ഈക്വൽ ടു 0 അല്ലേ? ഇനി ആ വർക്ക് ഡൺ കണ്ടോ? ആർ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു ടി 1 മൈനസ് ടി 2. ആർ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു ടി 1 മൈനസ് ടി 2. ആ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുക. ആർ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു ടി 1 മൈനസ് ടി 2. എന്താണ് ആറ്? സി നമ്മൾ നേരത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, സി പി ബൈ സി വി ആണ് ഗാമ. ശരിയല്ലേ? സി പി ബൈ സി വി ആണ് ഗാമ. ആർ ക്യാൻ ബി ഓൾസോ റിട്ടേൺ ആസ് സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ.
അപ്പോൾ ഇത് രണ്ടുമുള്ള കോമ്പിനേഷൻസാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇക്വേഷൻസിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരൊറ്റ ഇക്വേഷൻ ഓർത്താൽ മതി. ഏതാണ് ഇക്വേഷൻ? R/Γ-1 T1 - T2. അതെങ്ങനെ വന്നതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം PV = RT അല്ലേ? PV = RT. അപ്പോൾ P1 V1 = RT1, P2 V2 = RT2. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് വാല്യൂ കിട്ടിയത്? RT1 - RT2. ആ R നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പോൾ എന്ത് കിട്ടി? R × T1 - T2 /Γ-1. ഓക്കെ അല്ലേ? സോ യു ക്യാൻ റൈറ്റ്. ഇനിയിപ്പോൾ ആ ഇക്വേഷനാണ് എന്ത് വരുന്നത്? ഈ R/Γ-1 × T1 - T2 നമുക്ക് എന്ത് കിട്ടി? CP - CV. ബിക്കോസ് R = CP - CV. ഗാമയ്ക്ക് പകരം എന്ത് എഴുതാം? CP/CV - 1 × T1 - T2. ശരിയല്ലേ? അത് നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ CP - CV /CP - CV/CV എന്ന് വരും. അപ്പം ആ CP - CV ഇതാ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹിയർ CP - CV, കാരണം ഇത് R/Γ-1 ആണ്. R = CP - CV. Gamma = CP/CV Γ-1. സോ CP - CV/CV. അപ്പോൾ ഇതും ക്യാൻസൽ ആയിപ്പോയി. CV മേലെ എത്തി. സോ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് CV × T1 - T2. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം വാട്ട് ഈസ് CV? CP/CV = ഗാമ. സോ CV = അല്ലേ? നോക്കൂ. സോ ഹിയർ CP/CV = ഗാമ. Therefore CV = CP / ഗാമ. ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. CV = CP / ഗാമ × T1 - T2. ശരിയല്ലേ? ഇനി ആ ഇക്വേഷൻ തന്നെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? R/Γ-1 × T1 - T2 അല്ലേ? അത് ഡിനോമിനേറ്ററിൻ്റെ സൈൻ നമ്മൾ മാറ്റി. അപ്പോൾ ന്യൂമറേറ്ററിലെ സൈനും മാറി. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതി? R/1 - ഗാമ × T2 - T1. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ 1/1 - ഗാമ ഇൻറ്റു I said that RT2 = P2V2, RT1 = P1V1. അപ്പോൾ ഇത്രയും ഇക്വേഷൻസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ? ഇതൊക്കെ വന്ന ഏത് ഇക്വേഷനാണ്? R/Γ-1 × T1 - T2. അതെങ്ങനെ T1 - T2 എന്ന് കിട്ടിയത്? കാരണം RT1 - RT2 = P1V1 - P2V2. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ല? അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ റിലേറ്റഡ് ആണ്. നമ്മളിതിൽ ഒരെണ്ണം പഠിക്കുക. ക്വസ്റ്റ്യനിൽ ഏതാണ് തന്നിരിക്കുന്നത് ആ ഇക്വേഷനിലേക്ക് നമ്മൾ മാറി പോവുക. ഓക്കെ അല്ലേ? സിമ്പിളാണ്. ഓക്കെ. ഇനി ഈ അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എലാസ്റ്റിസിറ്റിയാണ്. ഓക്കെ. അഡയബാറ്റിക് എലാസ്റ്റിസിറ്റി ഈസ് ഗാമ ടൈംസ് ദാറ്റ് ഓഫ് ഐസോതെർമൽ എലാസ്റ്റിസിറ്റി. സോ അഡയബാറ്റിക് എലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ഗാമ ടൈംസ് ഐസോതെർമൽ എലാസ്റ്റിസിറ്റി. ഒന്ന് P ആണ്, മറ്റേത് ഗാമ P ആണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് വ്യത്യാസം. അപ്പോൾ എലാസ്റ്റിസിറ്റി ഐസോതെർമൽ കേസിൽ ഡയറക്റ്റ്ലി ഇറ്റ് ഇസ് പ്രഷർ. പക്ഷേ അഡയബാറ്റിക്കിൻ്റെ കേസിൽ ഇറ്റ് ഇസ് ഗാമ P. നമ്മൾ രണ്ട് പ്രോസസ്സ് കഴിഞ്ഞ് രണ്ട് പ്രോസസ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഐസോതെർമൽ പ്രോസസ്സ്, രണ്ടാമത് പഠിച്ചത് അഡയബാറ്റിക്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ്. നൗ തേർഡ് വൺ ഈസ് ഐസോകോറിക് പ്രോസസ്സ്. എന്താണ് ഐസോകോറിക് പ്രോസസ്സ്? ഈ ഐസോകോറിക് പ്രോസസ്സിൽ ഐസോകോറിക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോളിയം എന്നാണ്. ഐസോകോറിക് പ്രോസസ്സ് കോൺസ്റ്റൻറ്റ് വോളിയം. ഹീറ്റ് അബ്സോർബ് എന്തായാലും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് ഒരു ചേഞ്ചും ഇല്ല. ΔQ = ΔU + ΔW. അവിടെ ΔW നിങ്ങൾ എന്താണെന്നാണ് പഠിച്ചത്? P∆V. ഐസോകോറിക്കിൽ ΔV is 0. സോ യു ക്യാൻ സേ ദാറ്റ് ΔQ = ΔU. നമ്മൾ കൊടുക്കുന്ന എൻറ്റയർ ഹീറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. നിങ്ങൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം ഇൻറ്റേർണൽ എനർജി ചേഞ്ചിന് വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ΔQ = ΔU. ഇതിനാണ് എന്ത് പറയുന്നത്? ഐസോകോറിക് പ്രോസസ്സ്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ ഏറ്റവും ലോങ് അല്ലെങ്കിൽ ഏറ്റവും ഡിസ്ക്രിപ്റ്റീവായിട്ട് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? ഐസോതെർമൽ പ്രോസസ്സും അഡയബാറ്റിക് പ്രോസസ്സും. അത് കഴിഞ്ഞിട്ട് ഈ ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറയുമ്പം മനസ്സിലേക്ക് എന്ത് മാത്രം വരിക? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് ΔQ = ΔU + P∆V. ഈ ഐസോകോറിക്കിൽ ΔV 0 ആണ്. അതുകൊണ്ട് സെക്കൻഡ് ടേം P∆V എന്തായി പോവും? 0 ആയി പോവും. സോ ΔQ = ΔU. അതായത് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഗിവൺ ഈസ് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ്ഡ് ഫോർ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഓക്കെ അല്ലേ? സിമ്പിൾ. നൗ ലാസ്റ്റ് വൺ ഐസോബാറിക് പ്രോസസ്സ്. എന്താണ് ഐസോബാറിക് പ്രോസസ്സ്? ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രഷർ ഈസ് എ കോൺസ്റ്റൻറ്റ്. എല്ലാ കേസിലും നമ്മൾ എന്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല?
ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാലും ഐസോതെർമൽ ആണെങ്കിലും അഡേബാറ്റിക് ആണെങ്കിലും ഐസോകോറിക് ആണെങ്കിലും നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. Okay, first law of thermodynamics states that the amount of heat given is completely utilized for change in internal energy plus work done. So here delta Q is equal to delta U plus delta W. W is equal to P into V2 minus V1, no doubt. What is P? R T2 minus T1, mu R T2 minus T1. അപ്പോൾ ഈ ഐസോബാറിക് പ്രോസസ്സിൽ വർക്കായിരിക്കും ചോദിക്കുന്നത്. സോ വർക്ക് ഈസ് ഈക്വൽ ടു മ്യൂ ആർ T2 മൈനസ് T1. അപ്പോൾ ഐസോബാറിക് പ്രോസസ്സിൽ വർക്ക് ഈസ് ഈക്വൽ ടു മ്യൂ ആർ T2 മൈനസ് T1. ഓക്കെ, ഈ ഇക്വേഷനാണ് നമ്മൾ ഐസോബാറിക് പ്രോസസ്സിൽ ഓർത്തിരിക്കേണ്ടത്. റൈറ്റ്. നൗ സൈക്ലിക് പ്രോസസ്സ് എന്താണ്? സൈക്ലിക് പ്രോസസ്സ് ടോട്ടൽ ഹീറ്റ് അബ്സോർബ്ഡ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ടോട്ടൽ ഹീറ്റ് അബ്സോർബ്ഡ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. Q ഈസ് ഈക്വൽ ടു W. അവിടെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഇല്ല. നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവിടെ എന്തായിരുന്നു? ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഉണ്ടോ? ഇല്ല. കാരണം വെൻ ദർ ഈസ് നോ ടെമ്പറേച്ചർ ചേഞ്ച് ദർ വോണ്ട് ബി എനി ചേഞ്ച് ഇൻ ദ ഇൻറ്റേർണൽ എനർജി. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ 4 മെയിൻ പ്രോസസ്സുകൾ നമ്മൾ പഠിച്ചു. അതല്ലാതെ കുറച്ച് ടേംസ് നമ്മൾ പഠിച്ചു. അതൊക്കെയായിരുന്നു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്, സൈക്ലിക് പ്രോസസ്സ്, അങ്ങനെ കുറച്ച് ടേംസും പഠിച്ചു. നമ്മളൊരു ക്വിക്ക് റിവിഷൻ നോക്കുകയാണെങ്കിൽ, see thermodynamics. First law of thermodynamics states that the amount of heat given is equal to change in internal energy plus work done. Delta Q is equal to delta U plus delta W. First law. Now second law states that if A is equal to C and B is also equal to C, then A is equal to B. Okay അല്ലേ? ഇനി അടുത്ത ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. അതെന്തായിരുന്നു? It appears as though it is a static process, but still there is an infinitely small process happening there. Correct? അപ്പോൾ നമ്മൾ ദൂരെ നോക്കുമ്പോൾ അത് എന്തായിട്ട് തോന്നും? ഇറ്റ് അപ്പിയേഴ്സ് ടു ബി സ്റ്റാറ്റിക്, ബട്ട് അത് ആക്ച്വലി സ്റ്റാറ്റിക് ആണോ? അല്ല, അത് സ്റ്റാറ്റിക് അല്ല. ഇറ്റ് ഈസ് എ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. അത് ഇൻഫിനിറ്റിസ്മലി സ്മോൾ റേറ്റിൽ നടക്കുന്നത് കൊണ്ട് ഇറ്റ് അപ്പിയേഴ്സ് ടു അസ് ആസ് ദോ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് പ്രോസസ്, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റാറ്റിക്, ദോ ഇറ്റ് ഈസ് നിയർലി സ്റ്റാറ്റിക്. ശരിയല്ലേ? ദോ ഇറ്റ് ഈസ് നിയർലി സ്റ്റാറ്റിക്, ഇറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിക്. ഓക്കെ. Now isothermal process. എന്താണ് isothermal process? In isothermal process there is no change in temperature. Temperature remains a constant. When temperature remains a constant, internal energy is a constant. അതായത് delta U is equal to 0. So you know that delta Q is equal to delta U plus delta W. അപ്പോൾ ഇവിടെ delta U ഉണ്ടോ? ഇല്ല, delta U 0 ആണ്. So Q is equal to W. ഈ W എന്താണ്? P into change in volume. P delta V. ആ P delta V നമ്മൾ എങ്ങനെ എഴുതി? ദ പി ഡെൽറ്റ വി മ്യൂ ആർ ടി എൽ എൻ V2 by V1 which is equal to 2.303 mu RT log V2 by V1 which is equal to 2.303 mu RT log P1 by P2. 1, 2, 3 ഇക്വേഷൻ ഫോർ വർക്ക്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു V2 can be greater than V1 or V2 can be less than V1. When V2 is more than V1, work done is positive. When V2 is less than V1, work done is negative. When V2 is more than V1, it is expansion. Work is done by the gas. Okay അല്ലേ? So it is expansion, work is done by the gas. When V2 is less than V1, അതായത് when final volume is lesser than the initial volume, there work is done on the gas. So it is compression. Okay. ഇനി കംപ്രഷൻ്റെ കേസിൽ ഹീറ്റ് ഈസ് റിലീസ്ഡ്. ഇൻ കേസ് ഓഫ് എക്സ്പാൻഷൻ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്. ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോഴാണ് ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഒരു ഗ്യാസ് ഹീറ്റ് റിലീസ് ചെയ്യുമ്പോഴാണ് ഇറ്റ് ഈസ് കംപ്രസ്ഡ്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്കറിയാം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ PV is equal to nRT. So when temperature is a constant, RHS nRT is a constant. RHS constant ആണെങ്കിൽ LHS constant ആയിരിക്കണ്ടേ? സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് PV is a constant. PV കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സി PV is a constant എന്ന് പറഞ്ഞാൽ പ്രഷർ കൂടുമ്പോൾ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയണം, അല്ലെങ്കിൽ പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടണം. മീൻസ് ദേ ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വോളിയം. PV ഈസ് എ കോൺസ്റ്റൻറ്റ്. PV കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? PdV പ്ലസ് VdP ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ P ഈസ് ഈക്വൽ ടു -V ഇൻറ്റു dP/dV. ഓക്കെ, സിമ്പിളായിട്ട് ഇക്വേഷൻസ് ആണ്. ജസ്റ്റ് മനസ്സിലേക്ക് ഈ ഇക്വേഷൻസ് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്കിതിൻ്റെയൊക്കെ ആൻസർ ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത് അഡേബാറ്റിക് പ്രോസസ്സ്. അഡേബാറ്റിക് പ്രോസസ്സിൽ എന്തില്ല? ഹീറ്റ് അബ്സോർബ്ഡ് 0 ആണ്. ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഡെൽറ്റ Q 0 ആണ്. നിങ്ങൾക്ക് എന്ത് പറയാം?
വർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു ഓർ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ, അതായത് യു പ്ലസ് ഡബ്ല്യു ഇസ് എ കോൺസ്റ്റൻറ്റ്. നമ്മൾ കൊടുത്ത മൊത്തം സാധനം 0 ആയതുകൊണ്ട് യു പ്ലസ് ഡബ്ല്യു വിൽ റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ടേംസ് നമ്മൾ പഠിച്ചു. പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. വോളിയത്തിന് എന്താണോ പറ്റുന്നത് അതിൻ്റെ നേരെ നെഗറ്റീവ് ആയിരിക്കും ആർക്ക് പറ്റുന്നത്? ഡെൻസിറ്റിക്ക് പറ്റുന്നത്. സോ ഇഫ് പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്, പി ഡി റേസ് ടു മൈനസ് ഗാമ ഈസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ്. സോ പി വി റേസ് ടു ഗാമ, പി ഡി റേസ് ടു മൈനസ് ഗാമ. അടുത്ത് നമ്മൾ ടി വി റേസ് ടു ഗാമ മൈനസ് 1. ടി വി റേസ് ടു ഗാമ മൈനസ് 1 ആണെങ്കിൽ ടി ഡി റേസ് ടു 1 മൈനസ് ഗാമ, അതും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് വൺ, പി റേസ് ടു 1 മൈനസ് ഗാമ, ടി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റൻറ്റ്. പി റേസ് ടു 1 മൈനസ് ഗാമ, ടി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ. ഇനി ഡി യു പ്ലസ് ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0. ഡി യു പ്ലസ് ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് ഡി യു, ഡി ക്യു ഈസ് ഈക്വൽ ടു 0. ഇനി അഡയബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡൺ ഇക്വേഷൻ എന്താണ്? ആർ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു ടി. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം നമ്മൾ കണക്റ്റഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ഇൻ അഡയബാറ്റിക് പ്രോസസ് പറഞ്ഞോ? ആർ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു ടി 1 മൈനസ് ടി 2. ആർ എന്ന് പറഞ്ഞാൽ സി പി മൈനസ് സി വി. ഗാമ മൈനസ് 1 എന്ന് പറഞ്ഞാൽ സി പി ബൈ സി വി മൈനസ് 1. അപ്പോൾ അവിടെ സി പി മൈനസ് സി വി, സി പി മൈനസ് സി വി ക്യാൻസലായി പോയി, സി വി മുകളിലേക്ക് പോയി. ആൻഡ് ആൻസർ വിൽ ബി സി വി ഇൻറ്റു ടി 1 മൈനസ് ടി 2. ഓക്കെ അല്ലേ? ഈ സി വിക്ക് പകരം നമുക്ക് എന്തെഴുതാം? സി വി ഈസ് ഈക്വൽ ടു സി പി ബൈ ഗാമ. അപ്പോൾ സി പി ബൈ ഗാമ ഇൻറ്റു ടി 1 മൈനസ് ടി 2. ശരിയല്ലേ? ഇനി നമുക്ക് ആദ്യം നമ്മൾ പഠിച്ച ഇക്വേഷൻ ആയിരുന്നു ആർ ബൈ ഗാമ മൈനസ് 1 ടി 1 മൈനസ് ടി 2. അത് ഞാൻ ആർ ബൈ 1 മൈനസ് ഗാമ ആക്കുകയാണെങ്കിലോ, ഇൻസ്റ്റെഡ് ഓഫ് ടി 1 മൈനസ് ടി 2 യു വിൽ ബി ഗെറ്റിംഗ് ടി 2 മൈനസ് ടി 1. ശരിയല്ലേ? ഇനി നമ്മളത് ഉള്ളിലേക്ക് എടുക്കുകയാണ്. ഈ ആർ ടി 2 എന്ന് പറയുന്നത് എന്താ? പി 2 വി 2. ആർ ടി 1 എന്ന് പറഞ്ഞാൽ എന്താ? പി 1 വി 1. സോ യുവർ ന്യൂ ഇക്വേഷൻ ഈസ് പി 2 വി 2 മൈനസ് പി 1 വി 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗാമ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് അഡയബാറ്റിക് പ്രോസസ്സിലെ ഇലാസ്റ്റിസിറ്റി ഗാമ ടൈംസ് പി ആണ്. ഐസോതെർമൽ പ്രോസസ്സിലെ എലാസ്റ്റിസിറ്റി പി ആണ്. ഓക്കെ, ഇനി അടുത്ത ടേം എന്ന് പറയുന്നത്, ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് അഡയബാറ്റിക് എലാസ്റ്റിസിറ്റി ഈസ് ഗാമ ടൈംസ് ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി. ഇനി നൗ വാട്ട് ഈസ് ഐസോകോറിക് പ്രോസസ്? ഐസോകോറിക് പ്രോസസ് ഈസ് എ തെർമോഡൈനാമിക് പ്രോസസ് വേർ the change in volume is 0. When change in volume is 0, work done is equal to 0. So delta Q is equal to delta U. നിങ്ങൾ കൊടുക്കുന്ന ടോട്ടൽ എനർജി is utilized for change in internal energy only. അവിടെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് മാത്രമേ ഉള്ളൂ, കാരണം അവിടെ വർക്ക് ഡൺ 0 ആണ്. സോ യു ക്യാൻ റൈറ്റ് ദാറ്റ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു. അവിടെ പി ഡെൽറ്റ വി 0 ആണ്, വർക്ക് ഡൺ ഈസ് 0. ഓക്കെ, now the last process is isobaric process. Isobaric process-il pressure remains a constant. You know that work done is equal to P delta V. Since P is a constant, P into V2 minus V1. ശരിയല്ലേ? ഈ P into V2 minus V1 പകരം എന്ത് എഴുതാം? mu R T2 minus T1. So work done is equal to mu R T2 minus T1. Now what is cyclic process? Total heat absorbed is equal to work done by the system ആണെങ്കിൽ you call it cyclic process. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ചാപ്റ്റർ നമ്മളൊരു ക്വിക്ക് റിവിഷൻ, ഒരു ചെറിയ ടൈമിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി ഇത് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പോകണം. ഓക്കെ അല്ലേ? ബൈ.